ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു കല്ലുമ്മക്കായയുടെ ആണേ. അപ്പോൾ കല്ലുമ്മക്കായയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുണ്ടല്ലോ, ഞാൻ ഒരുപാട് കല്ലുമ്മക്കായ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കല്ലുമ്മക്കായ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള അതൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ പുറത്തൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നമ്മുടെ ഇതിനുള്ളിലൊരു നാരുണ്ടല്ലോ, ഈ വയറുവേദനയൊക്കെ കാരണമാവുന്ന ഒരു നാരില്ലേ, അത് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ച് പുറമൊക്കെ ഞാൻ ക്ലീൻ ആക്കി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതിൻ്റെ അടിയിലൊരു നാര് വരാനുണ്ട്. പാമ്പെന്നോ അങ്ങനെ എന്തോ ഒക്കെ പേര് പറയുന്ന ഒരു നാര്, അത് നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇതിനുള്ളിലുള്ള ഈ നാരൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എങ്കിലേ ഇതിൽ ഉള്ളിലുള്ള കറുപ്പോ ഒക്കെ എന്തൊക്കെ കച്ചറ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റേഷൻ പുഴുങ്ങലരിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ റേഷൻ അരി ഉണ്ടാക്കിയാൽ. അപ്പോൾ 3-4 മണിക്കൂർ ഞാൻ പച്ചവെള്ളത്തിൽ കുതിർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേറെ പച്ചരി ഒന്നും ചേർക്കുന്നില്ല. ഇത് ഞാൻ പച്ചവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതൊരു 3-4 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അതിനിട്ടിട്ട് ഒരു സവാളയും ഒരു 2 തണ്ടോളം കറിവേപ്പിലയും 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഒന്നിച്ചിട്ട് ഒരിക്കലും ജാറിൽ അരക്കാൻ പറ്റില്ല. ഇത് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കല്ലുമ്മക്കായ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകമില്ല, പെരിഞ്ജീരകം, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പകുതി പകുതിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഒന്നിച്ച് അരക്കാൻ പറ്റില്ല, 3 കപ്പ് അരി. അതുകൊണ്ട് പകുതി പകുതിയായിട്ട് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ട് ഇത് അരച്ചെടുക്കാൻ പാടില്ല, കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുക്കണം. എങ്കിലേ കല്ലുമ്മക്കായ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ, നല്ല കളറൊക്കെ ഇല്ല, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല കളറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടിയില്ലേ, നമ്മുടെ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ടൈറ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മുറുകി പോകാൻ പാടില്ല, എന്നാലും കുറച്ച് അയഞ്ഞതല്ല, എന്നാലും നല്ല ടൈറ്റിലാവണ്ട, അങ്ങനെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചൊന്നെടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നോക്കിയിട്ടൊന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണേ, നല്ല തരിതരിപ്പോടുള്ള ഒരു മാവാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കല്ലുമ്മക്കായ ിലേക്ക് മാവെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. ഈ രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. മാവൊക്കെ ഈ രീതിയിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ, കൂടുതലൊന്നും ആവില്ല, കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഫില്ല് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. വേറെ രീതിയിൽ കൂടി ചെയ്യുന്നുണ്ട്. അത് ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കില്ല, എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2ാമത്തെ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ രീതി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മുളക് പൊടി കലക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മുളക് പൊടി ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാവ് എടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇത് അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഫ്രൈ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കല്ലുമ്മക്കായ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ മീഡിയം സൈസ് ഉള്ള കല്ലുമ്മക്കായാണ്. അപ്പോൾ ആ 3 കപ്പ് 250 ml 3 കപ്പ്. ഇനി നമുക്കിതൊന്ന് അപ്പച്ചമ്പിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ഷെല്ല് കളയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഇതിൽ തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കല്ലുമ്മക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അല്ലേ? പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് തട്ടുകടയിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഷെല്ല് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു മുളകിൻ്റെ ഒക്കെ മിക്സ് റെഡിയാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടൈറ്റിലുള്ള രീതിയിലല്ല, കുറച്ച് ലൂസിലിരുന്നോട്ടെ, ഭയങ്കര ടൈറ്റായി പോണ്ട. ഈ ഒരു രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഈ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും അത്രയും ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ കല്ലുമ്മക്കായ എടുത്ത് മുളകിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയിൽ തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അല്ലാണ്ട് ഫൈനായിട്ട് അരച്ചെടുത്തൊന്നും ചേർത്ത് കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ മിസ്സാക്കരുത്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്രൈ ആവണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചാൽ മതി. കുറച്ച് കുറച്ച് ലൂസായിട്ട് അല്ലെങ്കിൽ കുറച്ച് ജ്യൂസി ടൈപ്പിൽ കിട്ടണമെങ്കിൽ കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.